Hello everyone, welcome to the Acute Trader. Candlestick charts for beginners എന്ന സീരീസിന്റെ പാർട്ട് 7 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ട് കാൻഡിൽസ്റ്റിക്സ് ആണ്. ഷൂട്ടിംഗ് സ്റ്റാർ ആൻഡ് ഇൻവേർട്ടഡ് ഹാമർ. ഷൂട്ടിംഗ് സ്റ്റാർ, ഇൻവേർട്ടഡ് ഹാമർ എന്നീ രണ്ട് കാൻഡിൽസ്റ്റിക്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സ്റ്റാർ കാൻഡിൽസ് ആയിട്ട് നമ്മൾ ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ എന്നീ രണ്ട് കാൻഡിൽസ്റ്റിക്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ആ രണ്ട് സ്റ്റാർസിന് മുമ്പായിട്ട് നമ്മൾ ഡോജി എന്ന് പറയുന്ന ഒരു കാൻഡിലിനെ കുറിച്ചും പഠിച്ചിരുന്നു. ആ ഒരു ഡോജി എന്ന് പറയുന്ന ഒരു കാൻഡിൽ ഒരു സ്റ്റാർ കാൻഡിലാണ്. അതുപോലെ തന്നെയാണ് മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നീ പറയുന്ന കാൻഡിൽസ്റ്റിക്സ്. ആ ഒരു സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ സ്റ്റാർ കാൻഡിൽസിൽ വരുന്ന മറ്റൊരു കാൻഡിൽസ്റ്റിക് ചാർട്ടാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡിന്റെ റിവേഴ്സൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ടാണ്. ഇതൊരു അപ് ട്രെൻഡിനെ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു അപ് ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അപ് ട്രെൻഡിൽ തന്നെ ഒരു അണ്ടർലൈൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് അപ് ട്രെൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അപ് ട്രെൻഡിൽ തുടർന്ന് കൊണ്ടിരിക്കുമ്പോൾ അപ് ട്രെൻഡിന്റെ അവസാനമായിട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാവും. ആ ഒരു ക്യാൻഡിലിന്റെ അടുത്തൊരു അവസാന ഒരു ക്യാൻഡിലായിട്ടാണ് നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ വരുന്നത്. ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലാണ് നമുക്ക് ഐഡിയൽ കേസുകളിൽ കാണാനായിട്ട് കഴിയുക. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിലും കാണാനായിട്ട് സാധിക്കും. ഐഡിയൽ കേസുകളിൽ ഇതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഡേ ആണ് ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റം കാണാനായിട്ട് പറ്റുമെങ്കിലും അതൊരു ഡേ ഹൈ വരെ വന്നതിന് ശേഷം, ഈ ഒരു ഡേ ഹൈ വരെ വരുന്നത് വരെ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഡേ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിനുശേഷം ഇവിടെ തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അതിന് പകരം ഈ ഒരു ഹൈ വന്നതിന് ശേഷം ഒരു പ്രൈസ് റിജക്ഷൻ ആണ് ഈ ഹൈയിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കഴിയുക. ഈ ഒരു ഹൈയിൽ നിന്നും ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സ് ഇവിടെ എൻ്റർ ആവുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ ഒരു അപ്പർ ഷാഡോ ആണ് ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു ഓപ്പണിംഗിന് ശേഷം പ്രൈസ് വളരെ ഹൈയിലോട്ട് മൂവ് ചെയ്യുന്നു. ഹൈയിലോട്ട് മൂവ് ചെയ്തതിനു ശേഷം സെല്ലിംഗ് പ്രഷർ കാരണം അല്ലെങ്കിൽ സെല്ലേഴ്സ് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത് കാരണം നമുക്ക് ഇവിടെ നിന്ന് സെല്ലിംഗ് ആണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഒരു പ്രൈസ് റിജക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു പ്രൈസ് റിജക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു അപ്പർ ഷാഡോ ആണ് ഈ ഒരു ക്യാൻഡിലിൽ കാണാനായിട്ട് പറ്റുക. ഈ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ അല്ലെങ്കിൽ ഓപ്പണിംഗിന്റെ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ തൊട്ട് താഴെയോ ആയിട്ടായിരിക്കും ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗ് വരിക. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ഓപ്പണിംഗിന്റെ തൊട്ട് മുകളിലാണ് ക്ലോസിംഗ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ലോങ് അപ്പർ ഷാഡോ നമുക്ക് കാണാനായിട്ട് പറ്റും. ലോവർ ഷാഡോ, ഈ ഒരു ചിത്രത്തിൽ ലോവർ ഷാഡോ നമ്മൾ കാണിച്ചിട്ടില്ല. ഓപ്പൺ ലോയിൽ തന്നെയാണ്, ഓപ്പൺ ലോ സെയിം ആയിട്ട് തന്നെയാണ്. സാധാരണ കേസുകളിൽ ലോവർ ഷാഡോ, ചെറിയൊരു ലോവർ ഷാഡോ അല്ലെങ്കിൽ ലോവർ ഷാഡോ ഉണ്ടാവുകയില്ല. അപ്പർ ഷാഡോ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു ലോവർ ഷാഡോ മാത്രമാണ് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിൽ നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു അപ്പർ ട്രെൻഡ് അല്ലെങ്കിൽ അപ് ട്രെൻഡിന്റെ അവസാനം വരുന്ന ഒരു ക്യാൻഡിൽ ആയിട്ടാണ് നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാറിനെ പറയാനായിട്ട് പറ്റുക. ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന്റെ റിയൽ ബോഡി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ അപ്പർ ഷാഡോ മാത്രമാണ് ഉണ്ടാവുക. അപ്പർ ഷാഡോ വലിയൊരു അപ്പർ ഷാഡോ ആയിരിക്കും ഉണ്ടാവുക. ലോവർ ഷാഡോ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ചെറിയൊരു ലോവർ ഷാഡോ മാത്രമാണ് ഉണ്ടാവുക. ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നു കഴിയുമ്പോൾ അതിന്റെ അടുത്ത ദിവസത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ആയിട്ട്
അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. കൺഫേം ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത ക്യാൻഡിൽ ഏത് ടൈം ഫ്രെയിമിലാണോ അതിന്റെ അടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ഡേ വരികയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കൺഫേം ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇതാണ് ഷൂട്ടിംഗ് സ്റ്റാറിൽ പറയാനുള്ളത്. അടുത്തതായി നമുക്ക് ഇൻവേർട്ടഡ് ഹാമർ. ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് ഡൗൺ ട്രെൻഡിന്റെ റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡൗൺ ട്രെൻഡ് ആണ് ഇത് ഡൗൺ ട്രെൻഡ് ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഡൗൺ ട്രെൻഡിന്റെ അവസാനം ഒരു ബിയറിഷ് ക്യാൻഡിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ദിവസം ഓപ്പൺ ചെയ്തിട്ടുള്ളത് ലോവർ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം പ്രൈസ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് മൊമെന്റം ആണ് പ്രൈസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഒരു ബുള്ളിഷ് മൊമെന്റം വന്നതിന് ശേഷം ഹൈയിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു. പ്രൈസ് ഹൈയിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ഒരു ഹൈ വന്നതിന് ശേഷം ഒരു ചെറിയൊരു ഡൗൺഫോൾ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ആണ് നമുക്ക് പ്രൈസിൽ കാണാനായിട്ട് പറ്റുക. റിജക്ഷൻ വന്നതിന് ശേഷം ചെറിയൊരു റിയൽ ബോഡി വന്ന് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് ലോവർ ഷാഡോ, സീറോ ലോവർ ഷാഡോ, നോ ലോവർ ഷാഡോ അല്ലെങ്കിൽ ചെറിയൊരു ലോവർ ഷാഡോ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിലും കാണാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാറും ഇൻവേർട്ടഡ് ഹാമറും ഒരേപോലെയുള്ള ക്യാൻഡിൽസ് ആണ്. പക്ഷെ അത് എവിടെ വരുന്നു എന്നുള്ളതിലാണ് അതിന്റെ വ്യത്യാസം ഇരിക്കുന്നത്. ഈ ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനം വരുന്ന ഈ ഒരു ക്യാൻഡിലിനെ നമുക്ക് ഇൻവേർട്ടഡ് ഹാമർ എന്നും, അപ് ട്രെൻഡിന്റെ അവസാനമാണ് ഈ ഒരു ക്യാൻഡിൽ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ എന്നും വിളിക്കാം. ഇതൊരു ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷമാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അപ് ട്രെൻഡിലായിരുന്നെങ്കിൽ അത് ഷൂട്ടിംഗ് സ്റ്റാർ ആയി മാറും. അതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ഒരു ബുള്ളിഷ് മൊമെന്റം തന്നതിന് ശേഷം ഒരു റിജക്ഷൻ ആണ് ഹയർ ലെവൽസിൽ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ഡൗൺഫോൾ വന്നതിന് ശേഷം ഒരു ഡൗൺഫോൾ വരുന്നു. അതിനുശേഷം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷമാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നു, ഒരു ഹൈ വരുന്നു. ഹൈ വന്നതിന് ശേഷം പ്രൈസ് റിജക്ഷൻ അല്ലെങ്കിൽ സെല്ലിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിനുശേഷം ഒരു ചെറിയൊരു റിയൽ ബോഡി, സ്മോൾ റിയൽ ബോഡിയിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഇതിന്റെ അടുത്ത ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിലാണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടെന്ന് പറയാം. അതിനുശേഷമാണ് ഈ ഒരു ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് നമുക്ക് റിവേഴ്സൽ വന്നതിന് ശേഷം, കൺഫേം ആയതിനു ശേഷം അപ് ട്രെൻഡിലോട്ട് മാറുന്നതായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ ഇതിന്റെ നമുക്ക് റിയൽ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഈ ഒരു ക്യാൻഡിൽസിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു അണ്ടർലൈൻ സ്റ്റോക്ക് ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരു ഡൗൺഫോൾ വരുന്നു. വീണ്ടും ഒരു അപ്പ് മൂവ്മെന്റ് നമുക്ക് വരുന്നു. അപ്പ് മൂവ്മെന്റ് വന്നതിന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും നമുക്ക് ഈ ഒരു അപ് ട്രെൻഡ്, ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആണ്. ഈ ഒരു അപ് ട്രെൻഡ് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം ഹൈയിലേക്ക് പോകുന്നു, വളരെ ഹൈയിലേക്ക് പോയിട്ട് സസ്റ്റെയിൻ ചെയ്യാനാവാതെ പ്രൈസ് റിജക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രൈസ് റിജക്ഷൻ വന്നതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഈ ഒരു ക്യാൻഡിലിന്റെ, ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന്റെ റിയൽ ബോഡി വളരെ ചെറുതും ലോവർ ഷാഡോ ഉണ്ട്. ലോവർ ഷാഡോ, ചെറിയൊരു ലോവർ ഷാഡോ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. വലിയൊരു അപ്പർ ഷാഡോ ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോവർ ഷാഡോ ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയൊരു ലോവർ ഷാഡോ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതിനുശേഷം അടുത്ത ദിവസം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു ഡേ ആണ് വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള കുറച്ച് കൺസോൾട്ടേഷന് ശേഷം, അല്ലെങ്കിൽ ഒരു ഡൗൺഫോൾ വന്നിട്ടുണ്ട്. ഒരു പുൾ ബാക്കിന് ശേഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അണ്ടർലൈൻ സ്റ്റോക്ക് താഴോട്ട് വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കൺഫർമേഷന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡൗൺഫോൾ ആണ് നമുക്ക് ഈ ഒരു അണ്ടർലൈൻ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. അടുത്തതായി നമുക്ക് ഇൻവേർട്ടഡ് ഹാമറിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാം. ഇതാണ് ഒരു ഇൻവേർട്ടഡ് ഹാമറിന്റെ എക്സാമ്പിൾ. ഇതിന്റെ അകത്ത് ഡൗൺ ട്രെൻഡിലാണ് ഈ ഒരു അണ്ടർലൈൻ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗൺ ട്രെൻഡിൽ വന്നതിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നതിന് ശേഷം
ഇതൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം പ്രൈസ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അപ്പ് മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത് ഈ ഒരു ദിവസം. അപ്പ് മൂവ്മെന്റ് തന്നതിന് ശേഷം ഇത്രയും ഹൈ വന്നതിന് ശേഷം ഈ ഒരു പ്രൈസിന് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ അത് ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ പ്രൈസ് താഴോട്ട് വരുന്നതാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു ചെറിയൊരു റിയൽ ബോഡിയും അതുപോലെ വലിയൊരു അപ്പർ ഷാഡോ ആണ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ കാണാനായിട്ട് പറ്റുന്നത്. അതിനുശേഷം അടുത്ത ദിവസം തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഡേയുമാണ് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതാണ് നമുക്കൊരു ഇൻവേർട്ടഡ് ഹാമറിന്റെ ഒരു റിയൽ എക്സാമ്പിൾ. അതിനുശേഷം ഒരു പുൾ ബാക്ക് വരുന്നു, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഈ ഒരു അണ്ടർലൈൻ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻവേർട്ടഡ് ഹാമറിന്റെ എക്സാമ്പിൾ. നമ്മൾ ഹാമർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഈ സീരീസിന്റെ മറ്റു വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും. ഹാമർ എന്ന് പറയുന്നത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതും ഐ ബട്ടണിൽ കൊടുക്കാം. ഹാമർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഇൻവേർട്ടഡ് ഹാമർ ആണ് ഇതിൽ കാണുന്നത്. അപ്പൊ ആ ഹാമറിനെ നമ്മൾ താഴെ ആയിരിക്കും, ലോവർ ഷാഡോ ആയിരിക്കും ഹാമറിൽ ഉണ്ടായിട്ടുണ്ടാവുക നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ തിരിച്ചു വെച്ചിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക്ക് ആണ് ഇൻവേർട്ടഡ് ഹാമർ. ആ ഇൻവേർട്ടഡ് ഹാമർ വന്നതിന് ശേഷം പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഡൗൺ ട്രെൻഡിന്റെ ഒരു റിവേഴ്സലാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച രണ്ട് കാൻഡിൽസ് ആണ്, ഹാമർ അതുപോലെ ഷൂട്ടിംഗ് സ്റ്റാർ, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഹാമർ. ഷൂട്ടിംഗ് സ്റ്റാർ, ഇൻവേർട്ടഡ് ഹാമർ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.